ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒരു ലൈക്കും ഹൈപ്പും കൂടി അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതി വരില്ല എന്നുള്ള സത്യം അറിയുകയാണ് രവീന്ദ്രന്. അതെന്തു പറ്റി ശ്രുതി വരാത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അറിയില്ല, അമ്മ പറഞ്ഞു ഇന്ന് അദ്ദേഹം വരില്ല എന്ന്. അദ്ദേഹത്തിന് ഒഴികെ ബാക്കി എല്ലാവർക്കും ചോറ് അരിയിട്ടാ മതി എന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പം അതെന്താ അവനിന്ന് വരാതെ? സാധാരണ അവനങ്ങനെ വരാതിരിക്കുന്നതല്ലോ. അപ്പോഴത്തേക്ക് സച്ചു ഓടി വന്നിട്ട് പറയാണ്, അത് പിന്നെ ഇതൊക്കെ അമ്മയുടെ തന്ത്രമായിരിക്കും അച്ഛാ, അമ്മ പറഞ്ഞു കാണും അവനോട് വരണ്ട എന്ന്. അപ്പൊ രേവതി പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അല്ല, ഇനിയിപ്പോ ചന്ദ്രൻ രണ്ടുപേരെ പിരിക്കാൻ നോക്കുകയാണോ എന്ന് രവീന്ദ്രൻ. അപ്പൊ സച്ചു പറഞ്ഞു, ഉറപ്പായിട്ടും ശ്രുതിയും ചെയ്ത് തെറ്റ് തന്നെയാണ്. അതിന് വേറെ എന്തെങ്കിലും ശിക്ഷ അവർക്ക് കൊടുക്കട്ടെ. ഇതിപ്പോ രണ്ടുപേരെ ഈ രണ്ടു വഴിക്ക് ആക്കാൻ നോക്കുന്നത് ശരിയാണോ സച്ചി? ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കോ എന്തോ, ദൈവം തമ്പുരാനു മാത്രം അറിയാം. ഏതായാലും ചന്ദ്ര പിടിച്ച മുയലിന് 100 കൊമ്പാണല്ലോ. അവള് പറയുന്ന പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് പോയി. രവീന്ദ്രന്റെ വിഷമം കണ്ടിട്ട് രേവതിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി സച്ചോട് പറഞ്ഞു, ആദ്യമായിട്ടാണല്ലോ അദ്ദേഹം ഒരു രഹസ്യം മറച്ചു വെക്കുന്നത്. പിന്നെ അമ്മ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രുതി പറയുന്നതാണ് ശ്രുതിയേട്ടന് കേൾക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് സച്ചേന്റെ അമ്മയ്ക്ക്. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദേഷ്യം. അത് ശരിയാ, എല്ലാ കള്ളത്തരവും അമ്മ അറിഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. ഈ പ്രാവശ്യം മാത്രം അമ്മേനെ അറിയിച്ചല്ലോ. പിന്നെ മഹാറാണി എന്ന് പറയുന്ന അവള്, മഹാറാണി എന്ന് പറഞ്ഞ് തലയെ കയറ്റി വെച്ചോണ്ട് നടക്കലായിരുന്നു. അവള് കള്ളത്തരം കാണിച്ചില്ലേ? ഏതായാലും 2 കേടുകളെയും ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ അമ്മ ഇപ്പൊ ചെയ്യുന്നത് കാണുമ്പോ കൈയടിക്കാനൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ അച്ഛന്റെ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാ അച്ഛന് ഭയങ്കര വിഷമമാണെന്നേ. അച്ഛന് സത്യത്തില് ഈ ഒരു അവസ്ഥ താങ്ങാൻ പറ്റുന്നില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സച്ചേട്ടാ? അച്ഛന് ആകെയുള്ള സന്തോഷം നീ രക്ഷപ്പെട്ടതില്ല. അമ്മ ഇപ്പൊ നിന്റെ നേർക്ക് അമ്പ് ചെയ്യുന്നില്ലല്ലോ, അത് അച്ഛനൊരു സന്തോഷം തന്നെയാണ്. ഇപ്പൊ എല്ലാം പാർലടത്തേക്കല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് നിന്നെ വഴക്ക് പറയാതെ അമ്മയ്ക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. അമ്മയുടെ വഴക്ക് കേൾക്കാതെ നിനക്ക് ഉറക്കം വരുമായിരുന്നോ? മഹാറാണിയായിട്ട് കൊണ്ടു നടന്നതല്ലേ ആര്? ശ്രുതിയേടത്തിനെ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഏതായാലും ശ്രുതിയേടത്തിയുടെ ഉറക്കം പോയി, പക്ഷെ നിനക്ക് ഉറക്കം കിട്ടിയില്ലോ. അത് എത്ര നാളത്തേക്കാ സച്ചേട്ടാ? അത് എത്ര നാളത്തേക്ക് ഉണ്ടാകും? നീ കണ്ടോ, പാറയുടെ അടുത്തിടെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ പകുതിയിലോ ഏറെ മടങ്ങ് കിട്ടും അവക്ക്. ഒടുക്കം സംഭവിക്കാൻ പോകുന്നത് അത് പറ സച്ചേട്ടാ. അതേ ഞാൻ പറയുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, അത് കണ്ടു തന്നെ നീ രസിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ വന്നിരുന്നത്. ഏത് നേരവും മുടിഞ്ഞ പണിയാണല്ലോ. അപ്പം കുറച്ചു നേരമൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് കിട്ടുന്നത്. അത് പാത്തും പതുങ്ങിയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ശ്രുതി കഴിക്കുന്നത് നമ്മുടെ രേവതി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി നോക്കുമ്പോഴത്തേക്ക് ശ്രുതി റൂമിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാണല്ലോ. രേവതി ഇടിച്ചു കുത്തി റൂമിനകത്തേക്ക് കയറി ചെന്നു കേട്ടോ. എന്നിട്ട് രേവതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി ഒരു ദോശയും കൂടെ എടുക്കട്ടെ? വേണ്ട, എനിക്കിത് മതി എന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ രേവതി ഇറങ്ങി പോയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി, അതെ രേവതി ഒന്ന് നിന്നേന്ന് പറഞ്ഞു. എന്താ പറ്റി രേവതി? അല്ല, എന്താ പറ്റി ശ്രുതി? അത് പിന്നെ നിനക്കിപ്പോ സന്തോഷമായി കാണൂല്ലേ? മനസ്സിലായില്ല, എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ആന്റി എന്നെ കുറെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തില്ലേ, ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? ശോ, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ രേവതി അവിടെ അങ്ങിരുന്നു. അപ്പൊ ശ്രുതി പറഞ്ഞു, ഇത്രയും നാളെ രേവതി നിന്നെയല്ലേ വഴക്ക് പറയുന്നത്, ഇപ്പം അടി വരെ എനിക്ക് കിട്ടി. നിന്നെ അടിച്ചും കിട്ടിയിട്ടില്ല, നിനക്ക് അടിയും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ നിന്റെ മനസ്സ് നിറഞ്ഞില്ലേ? കൊള്ളാം. മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്നവളല്ല കേട്ടോ ഈ രേവതി. രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ, പാവം തോന്നിയ ഞാൻ ഭക്ഷണം കൊണ്ട് തന്നത്. എന്നിട്ട് അത് കഴിച്ച് ഇറക്കി വിശപ്പ് അടങ്ങിയതിന് ശേഷം കൊണ്ടുവന്ന കൈ തന്നെ പിടിച്ച് തിരിക്കുകയാണല്ലേ? അല്ല, ഞങ്ങളെ കോട്ടില് നിർത്തുന്നത് പോലെ പ്രതിക്കൂട്ടിൽ പിടിച്ച് നിർത്തിയത് നിന്റെ ഹസ്ബൻഡ് അല്ലേ വിചാരണ ചെയ്തത്? അത് നീയും കൂടെ അറിഞ്ഞല്ലേ ചെയ്തത്? അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എന്താ ശ്രുതി തെറ്റിരിക്കുന്നത്? ഇല്ലാത്ത കാര്യത്തിനല്ലല്ലോ, ഉള്ള കാര്യത്തിനല്ലേ. അത്ര വലിയ തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ടല്ലേ നിങ്ങൾ അത് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടത് തന്നെയാ. എന്നാലും കാണുമ്പോ ഒരു വിഷമം. ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ, അതുകൊണ്ടാ ഭക്ഷണം എടുത്തോണ്ട് വന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നീ ഒന്നും എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്.
പട്ടിയുടെ വാലെ 12 കൊല്ലം കുഴലിലിട്ടാലും നേരെയാവില്ല. അത്രയ്ക്ക് ജീർണിച്ച മനസ്സാ നിന്റെ. അതുകൊണ്ടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാവരെയും തെറ്റായ കണ്ണുകൊണ്ടല്ലേ നീ കാണുന്നത് ശ്രുതി. നിന്നെ പോലെയാണ് എല്ലാവരും എന്ന് നീ കരുതിയോ? എങ്കിലേ തെറ്റി. അങ്ങനെയല്ല എല്ലാവരും. മനസാക്ഷിയുള്ളവരുണ്ട്. നിനക്കൊക്കെ ഭക്ഷണം കൊണ്ട് തന്നെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കഴിച്ചു കഴിഞ്ഞെങ്കിലേ പ്ലേറ്റ് കഴുകി അടുക്കള കൊണ്ട് വെച്ചേരെ. അതായിരിക്കും നല്ലത്. ഇനി എന്റെ കൈ കൊണ്ട് നിനക്ക് ഞാൻ പച്ചവെള്ളം തരത്തില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞ് രേവതി എണീറ്റ് പോയിട്ടോ. കാരണം രേവതിക്ക് അത്ര ദേഷ്യം വന്നു. രേവതിയാണ് ആ ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് കഴിപ്പിച്ചത്. ഏതായാലും കഴിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഇതിന് പറയേണ്ട വല്ല ആവശ്യവും നമ്മുടെ ശ്രുതിക്ക് ഉണ്ടായിരുന്നോ? ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിയുടെ വീട്ടിൽ പോയിരിക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ലക്ഷ്മിയുടെയും ശരത്തിന്റെയും ദേവുവിന്റെ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ലക്ഷ്മി സംസാരിക്കുകയാണ് കേട്ടോ. തുണിയൊക്കെ മടക്കിക്കൊണ്ടാണ് ലക്ഷ്മി ഇരിക്കുന്നത്. അപ്പൊ ലക്ഷ്മി സംസാരിക്കുകയാണ്. അത് പിന്നെ മോളെ, ശ്രുതിയും ആ പെണ്ണിനോട് മേടിച്ച ക്യാഷ് കൊണ്ടാണല്ലേ കട തുടങ്ങിയത്? അതേമ്മേ, ആ ക്യാഷ് കൊണ്ട് തന്നെയാ കട തുടങ്ങിയത്. ക്യാഷ് വാങ്ങിയതിന്റെ തെളിവ് നീലിമ എന്ന് കാണിച്ചിരുന്നു. ഇല്ലെങ്കിലേ ഇവരെന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെട്ടേനെ, അത് ഉറപ്പാ. അപ്പൊ ശരത്ത് പറഞ്ഞു, എന്തായാലും സച്ചിയേട്ടൻ കലക്കി. സൂപ്പർ സീനായിരുന്നായിരിക്കും അല്ലെ? നേരിട്ട് കാണാത്തത് കഷ്ടമായി പോയി. അല്ല ചേച്ചി വീഡിയോ എടുത്തിരുന്നോ? ചുമ്മാ ഇരിക്കണ, വീഡിയോ എടുക്കാനോ? അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ദൈവം ഉണ്ടെന്നുള്ള കാര്യം അവര് മറന്നു. എല്ലാത്തിനും തിരിച്ചു കിട്ടിയില്ലേ? അന്ന് അവര് ശരത്തിനെ എന്തൊക്കെയാ പറഞ്ഞത്? അടിച്ചില്ലേ ഇവനെ, എന്റെ മോനെ? അതിനൊക്കെ ചേർത്ത് ദൈവം അവർക്ക് കൊടുത്തത് തന്നെയാ, അവർക്ക് തിരിച്ചു കിട്ടിയത് തന്നെയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മി പറഞ്ഞു, സുധി നല്ലവനല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവന്റെ ഭാര്യ അവനെ കടത്തി വിട്ടൂലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാല് അവള് പഠിച്ച കള്ളിയാണല്ലോ. അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, ഈ ശ്രുതി ചേച്ചിയുടെ ലൈഫിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഞാൻ അവരെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടു? അതെ, ഞാനൊരു ദിവസം ആന്റണിയുടെ ഓഫീസിൽ അവരെ കണ്ടായിരുന്നു. ആന്റണിയുടെ ഓഫീസിലോ? കൂടെ ആന്റണീനെ കാണാനേ ആ സ്ത്രീ വരാറുണ്ട്. അല്ല, എന്തിനാ ശ്രുതി ആന്റണീനെ കാണാൻ വരുന്നത്? അത് പിന്നെ പലിശയ്ക്ക് ക്യാഷ് മേടിക്കാൻ, അല്ലാതെ പിന്നെ എന്തിനാ? എടാ, നീ സത്യമാണോ ഈ പറയുന്നത്? അല്ല, അവൾ എന്തിനാ ക്യാഷ് കടം മേടിക്കുന്നത്? സത്യേച്ചി ഞാൻ പറഞ്ഞത്. ഞാനല്ലേ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിരുന്നത്. അവരെപ്പോഴും ഓഫീസിൽ വരാറുണ്ട്, പൈസ മേടിക്കാറുണ്ട്. അല്ല, നിന്നെ അവര് കണ്ടിരുന്നോ? ഇല്ലെന്നേ, അവര് വരുമ്പോഴൊക്കെ ഞാൻ മാറി നിൽക്കായിരുന്നു, വെറുതെ എന്തിനാന്നോർത്ത്. ഞാന് സച്ചേട്ടനും ആന്റണിയായിട്ട് പ്രശ്നത്തിലാണെന്ന് നമുക്കറിയാം. എന്നിട്ട് അവൾ എന്തിനാ ആന്റണിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അല്ല ശ്രുതി പണക്കാരിയല്ലേ, പിന്നെന്തിനാ പൈസ കടം മേടിക്കുന്നത്? അമ്മ ക്യാഷ് കടം മേടിക്കുന്നതല്ല പ്രശ്നം. അവൾ ആന്റണിയുടെ കയ്യിൽ നിന്ന് എന്തിന് കടം മേടിച്ചു? അതല്ലേ ഇവിടെ കാര്യം. അതല്ലേ നമുക്ക് നോക്കേണ്ടത്. ഇതിൽ എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ അമ്മേ. സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ, എന്തൊക്കെയോ പന്തികേടുണ്ട്. അല്ല, ശ്രുതിയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആന്റണിക്ക് അറിയോ? അല്ല, അവളുടെ ഹസ്ബൻഡ് ഇവിടെ വരാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ആന്റണിക്ക് അറിയാം, പക്ഷെ അവളുടെ ഹസ്ബൻഡ് ഒന്നും വരാറില്ല അവിടെ. അല്ല, എന്താ മോളെ ആലോചിക്കുന്നത് എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു. അപ്പോഴത്തെ രേവതി പറഞ്ഞു, ശ്രുതി ആകെ കുഴപ്പം പിടിച്ച പെണ്ണാണല്ലോ. എന്തൊക്കെയോ ദുരൂഹത മണക്കുന്നുണ്ടല്ലോ ശരത്തെ, നീ പറഞ്ഞതുപോലെ എന്തൊക്കെയോ നമ്മൾ അറിയാതെ അവള് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രുതി നേരം വെളുത്തപ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ ശ്രുതി സ്റ്റെയർ ഒക്കെ കയറി റൂമിലേക്ക് വരികയാണ്. അങ്ങനെ റൂമിൽ വന്നപ്പോ റൂം ലോക്ക് ചെയ്തിട്ടേക്കുക, റൂം തുറക്കാൻ പറ്റുന്നില്ല. അപ്പം ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് റൂമിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് ചന്ദ്ര കണ്ടത്. ചന്ദ്ര, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് റൂമിന്റെ വാതക്കല്? നീ എപ്പോഴാ വന്നത്? അത് പിന്നെ അമ്മേ, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ അമ്മേ. വന്ന ഉടനെ ഒന്ന് ഫ്രഷ് ആകാന്ന് വിചാരിച്ചതാ. അങ്ങനെ അകത്ത് കയറാൻ വേണ്ടി വാതില് തുറക്കാൻ നോക്കിയപ്പം ശ്രുതി അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു. വാതില് തുറക്കുന്നില്ലല്ലേ? അവക്കെ നല്ല ക്ഷീണം കാണുമായിരിക്കും. അവള് കാരണം മറ്റുള്ളവർക്കാ ക്ഷീണം, അവക്കല്ല. കള്ളം പറഞ്ഞ് ചതിച്ചില്ലേ എല്ലാവരെയും അവള്. അത് പിന്നെ അമ്മേ, ഞാനും കൂടെ ചേർന്നല്ലേ അമ്മേ. അവള് നിന്നെ കൊണ്ട് ചെയ്യിച്ചതല്ലേ മോനെ? നീ തന്നെയല്ലേ പറഞ്ഞത് എല്ലാം അവളുടെ പ്ലാൻ ആയിരുന്നു എന്ന്? അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാ. അവള് കള്ളം പറഞ്ഞു, ചതിച്ചു. അതാ എനിക്ക് അവളെന്നോട് കള്ളം പറയരുതായിരുന്നു. അത് പിന്നെ അമ്മേ, അവളിപ്പോ വാതിൽ തുറക്കുന്നില്ല. എനിക്ക് ആകെപ്പാടെ ആലോചിച്ചിട്ട് പേടിയാവുന്നമ്മേ. ഇനിയിപ്പൊ അകത്ത് അവൾ എന്നാടുക്കുമായിരിക്കും. പിന്നെ അവൾ എന്നാടുക്കാനാ? അമ്മേ ഒന്ന് വിളിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ എന്നിട്ട് ശ്രുതി വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ശ്രുതിനെ കടന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിയും കടന്ന് വിളിക്കുന്നുണ്ട്, എന്തേതാ വാതിൽ തുറക്കുന്നില്ല. അപ്പൊ രേവതി വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, എന്താ പറ്റിയത്? അഹങ്കാരി വാതിൽ തുറക്കുന്നില്ല. അപ്പോഴത്തേക്ക് സച്ചിയും വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി വിളിക്കാൻ തുടങ്ങി, ശ്രുതി വാതിൽ തുറക്കുന്ന. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് പേടിയാവും ആകപ്പാടെ, ഇത് എന്താ വാതിൽ തുറക്കാത്തത്? വലിയ കഷ്ടമായി പോയല്ലോ. അപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് വാതിൽ തുറന്നു കേട്ടോ. വാതിൽ തുറന്നിട്ട്, എന്താ എല്ലാരും കൂടെ വിളിക്കുന്നത്? എത്ര നേരമായി ഇവിടെ കിടന്ന് കൂവി വിളിക്കുന്നു, നിനക്ക് ചെവി വെക്കത്തില്ലേ? അത് പിന്നെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. മറ്റുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ.
ഭയങ്കര സുഖമാണല്ലോ കിടക്കാനായിട്ട്. അത് പിന്നെ ആന്റി രാത്രി കിടക്കാന് കുറച്ച് ലേറ്റ് ആയിപ്പോയി അതാ. ഓ, എത്ര നേരം ഇവൻ വന്നിട്ട്? ഇവന് മുറിക്ക് പുറത്ത് നിർത്താൻ വേണ്ടി നീ കരുതി കൂട്ടി വാതിൽ തുറക്കാതിരുന്നല്ലേ? അയ്യോ അല്ല ആന്റി, അങ്ങനെയൊന്നും അല്ല, ഞാൻ ഉറങ്ങിപ്പോയോണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ആന്റി വിളിച്ച് ഞാൻ കേട്ടില്ലായിരുന്നു. ഉം എടാ മോനെ സുധി, നീ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഫ്രഷ് ആയിട്ട് നീ ഷോപ്പിൽ പോകാൻ നോക്ക, മുറി തന്നെ ഇരുതേക്കരുത്. ആ, ശരി. ശരി അമ്മേ. അമ്മ പൊക്കോ, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫ്രഷ് ആകാനായിട്ട് സുധി അകത്തേക്ക് കയറി പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതിയും പോയി, സച്ചി അങ്ങ് പോയിട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി അവിടെ നിൽപ്പുണ്ട്. ശ്രുതിനെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ ശ്രുതി എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര പറഞ്ഞു, കയറി പോടാകത്ത്, നിന്നോട് കഥ പറയാൻ പറഞ്ഞു ഇവളോട്. മര്യാദക്ക് കയറിപ്പോയി എന്താന്ന് വെച്ചാൽ നീ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ സച്ചിൻ നിൽക്കുകയാണല്ലോ. അപ്പൊ സച്ചിൻ രേവതിയോട് പറഞ്ഞു, ഇതെന്ത് പറ്റി? ഇതെന്താ ഇവന് ഇങ്ങനെ തുടങ്ങുന്നത്? അമ്മ പറയുന്നതല്ല അതേപടി അനുസരിക്കുന്നത്. ഈ ട്രാഫിക് പോലീസുകാരൊക്കെ കാണിക്കുന്നത് പോലെ അമ്മ പോ വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സുധി പോകുകയും വരുകയും ചെയ്യുന്നു. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. അപ്പം രേവതി പറഞ്ഞു, അവരെന്തെങ്കിലും കാണിക്കട്ടെ, ഇപ്പൊ നമുക്ക് മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയിട്ടോ. ഈ സമയത്താണെങ്കിൽ ശ്രുതി കയറി വാതിലടയ്ക്കാൻ തുടങ്ങി റൂമിന്റെ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ദേ എന്തിനാണ് നീ വാതിലടയ്ക്കുന്നത്? ആ, വാതിലടയ്ക്കാതെ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ? നീയേ അങ്ങനെ വാതിലടയ്ക്കണ്ട, എന്റെ മോൻ ശ്രുതി അതിനകത്തുണ്ട്, അവൻ വെളിയിൽ ഇറങ്ങിയിട്ടൊക്കെ വാതിലടച്ചാൽ മതി എന്ന്. ഏതായാലും ഈ സമയത്ത് ശ്രുതിക്ക് കൊല്ലാനുള്ള കലി വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി സച്ചിനെ വിളിച്ചോണ്ട് പോയിട്ട്, വന്നേ സച്ചേട്ടാ, ഞാനേ ഒരു കാര്യം പറയാന്ന് പറഞ്ഞു. എന്ത് കാര്യം? അതെ, ഞാനിന്ന് എന്റെ അനിയനെ കണ്ടു. ഓ, നിന്റെ അനിയനെ നീ ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ലെന്നേ, നമ്മുടെ ശ്രുതിക്ക് ആന്റണീനെ അറിയാം. അവര് തമ്മിൽ പരിചയമുണ്ട്. അവര് തമ്മിൽ എങ്ങനെ അറിയാം? അതേ, ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് ക്യാഷ് കടം മേടിക്കാറുണ്ട്. ശരത്ത എന്നോട് പറഞ്ഞത്. ശരത്തായിരുന്നല്ലോ അക്കൗണ്ടൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. 1-2 തവണയെ ശ്രുതിയെ ആന്റണിയുടെ ഓഫീസിൽ അവൻ കണ്ടിരുന്നു എന്ന്. അപ്പം അവള് കയ്യിൽ ക്യാഷ് ഒന്നുമില്ലേ? ആ, അതാ എനിക്കും സംശയം. അവള് പാർലർ നടത്തുന്നു, കെട്ടിയ ഷോറൂം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടവും മേടിക്കുന്നു. ഇതൊക്കെ എങ്ങനെ ശരിയാകും? അതല്ലേ ഞാനും ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ രേവതി, ആള് ശരിയല്ല, വെറും ഫ്രോഡാ. എന്തൊക്കെയോ കള്ളത്തരങ്ങള് അവളെ ചുറ്റിപ്പറ്റിയുണ്ട്. അല്ല, എങ്കിലും പാർലർ അടുത്ത് എങ്ങനെ ആന്റണീനെ പരിചയപ്പെട്ടത്? അതൊന്നും എനിക്കറിയത്തില്ല. നമ്മളും ആന്റണിയും തമ്മിൽ ഉടക്കിലാണെന്ന് പാർലർ അടുത്തേക്ക് അറിയാം. എന്നിട്ടും അവന്റെ അടുത്ത് പോയി ക്യാഷ് മേടിച്ചു. ആ, അതെ സച്ചേട്ടാ, അതെ 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 അതെ. എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ രേവതി. ഉണ്ട്, എന്തൊക്കെയോ പന്തികേടുണ്ട്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ ഏട്ടനെ അറിയാതിരിക്കോ? ആർക്കറിയാം, അറിയാതിരിക്കോ ഇല്ലയോന്ന്. ആകപ്പാടെ ഫാമിലി പ്രശ്നമാണല്ലോ. ആന്റണിയും പാർലർ ഇടത്തെയും തമ്മിൽ ക്യാഷിന്റെ ഇടപാടോ അതോ ഇനി വേറെ എന്തെങ്കിലും ഇടപാടുണ്ടോ? വേറെന്ത് ഇടപാട്? 2 ഫ്രോഡുകളാണല്ലോ. അവസരം കിട്ടിയാലും നമ്മളെ വീഴ്ത്താനേ അവസരം നോക്കി നടക്കുന്നവരെ രണ്ടുപേരും. പന്തികേടുണ്ട്, മൊത്തം പന്തികേടുണ്ട്. സംശയിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും. ദുരൂഹതയോടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് നോക്കാം, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവളുടെ കള്ളത്തരങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇതില് കള്ളത്തരം ഉണ്ടെങ്കിൽ അതും പുറത്തു വരും, അല്ലെങ്കിൽ ഞാൻ പുറത്ത് എത്തിക്കും. സച്ചേട്ടാ, നമ്മൾ കുറെ പാടുപെടൂല്ലോ. നമ്മൾ പാടുപെടൂല മോളെ. പാർലർ നടത്തി പാടുപെടും. പാർലർ നടത്തിക്ക് ഇനി കരയാനേ നേരെ കാണത്തുള്ളൂ എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ രവീന്ദ്രനാട്ടോ. ഇപ്പൊ രവീന്ദ്രൻ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷമമുള്ള കേസാണല്ലോ. അങ്ങനെ ഭയങ്കര വിഷമത്തോടൊക്കെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ രവീന്ദ്രൻ നിൽക്കുന്നത് കണ്ടു. രവീന്ദ്രൻ ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുന്നത് കണ്ടു. ശ്രുതിക്കും അറിയാം പിടിക്കേണ്ട സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാല് കാര്യമുണ്ടെന്ന്. അങ്ങനെ പതുക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നടന്നു വന്നിട്ട് നമ്മുടെ രവീന്ദ്രനെ അങ്കിളെ എന്നിങ്ങനെ വിളിച്ചു. അപ്പൊ രവീന്ദ്രന് എന്താ മോളെ ശ്രുതി, എന്ത് പറ്റി? അത് പിന്നെ എന്നോട് ക്ഷമിക്കണം അങ്കിളെ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, വലിയ തെറ്റ് തന്നെയാ. പക്ഷേ അത് എനിക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല അങ്കിളെ, എന്റെ ഭർത്താവിനും കൂടെ വേണ്ടിയാ, ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാ. ആയിരിക്കാം. പക്ഷേ നീലിമയോട് ക്യാഷ് മേടിച്ച കാര്യം നീ വീട്ടിൽ പറയണ്ടായിരുന്നോ ശ്രുതി? നീ അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല. അവനോ ഒരു കള്ളനാ. പക്ഷേ നീ അങ്ങനെ ആകരുതായിരുന്നു. ക്യാഷ് എന്നെ ഏൽപ്പിക്കണമായിരുന്നു. അതിനുശേഷം ബിസിനസ് തുടങ്ങാൻ ക്യാഷ് വേണമെന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരത്തില്ലായിരുന്നോ? നിങ്ങള് ക്യാഷ് തന്നില്ല, വീട്ടിൽ അറിയിക്കാതെ കള്ളത്തരം കാണിച്ചു. അത് വലിയ തെറ്റല്ലേ? അത് പിന്നെ വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിൽ സച്ചി ആ ക്യാഷ് ഷെയർ ചെയ്യാൻ പറഞ്ഞേനെ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അതിൽ നിന്നൊരു ഷെയർ അല്ലേ കിട്ടത്തുള്ളൂ. അത് കിട്ടിയിട്ട് എന്താ കാര്യം? ശ്രുതി ഉദ്ദേശിച്ച പോലെ വലിയ ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാ ഞാനത് അങ്ങനെ ചെയ്തത്. അതങ്ങൾ അല്ലെങ്കിൽ പിന്നീട് എല്ലാം പറയാം എന്നാ കരുതിയത്.
മാത്രമല്ല ബിസിനസ് ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് തരാന്നൊക്കെയാ കരുതിയത്. നിങ്ങളെല്ലാം ചതിച്ച് ആ ക്യാഷ് സ്വന്തമാക്കാന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്കിള്. ആന്റി എന്നെ ഇപ്പൊ തെറ്റിദ്ധരിച്ചിരിക്കുക ആകപ്പാടെ. അങ്കിളെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ദേ, നീ സുധിയുടെ നല്ലതിന് വേണ്ടി ചെയ്തെന്നല്ലേ പറയുന്നത്. നിനക്ക് മാത്രമേ കുടുംബമുള്ളൂ, നീ നിന്റെ കാര്യമല്ലേ ആലോചിക്കുന്നത്, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ആലോചിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത്. ഈ കുടുംബത്തിലെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നീ ഓർക്കണ്ടായിരുന്നോ? ഹാ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ഈ വീട്ടിലെ എല്ലാവരും അറിയണം. അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്ന രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ വിഡ്ഢികളും നിങ്ങളൊക്കെ വലിയ ബുദ്ധിശാലികളും ആണെന്ന് കരുതിയോ? അയ്യോ അല്ലെങ്കിൽ ദേ, വേണ്ട വേണ്ട. ദേ, എന്നോട് ഇത്തിരിയെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് യാതൊരു വിലയുമില്ലല്ലോ. അയ്യോ അങ്കിളെ, അങ്ങനെയൊന്നും പറയരുതേ. ഞങ്ങൾക്ക് അങ്ങനെ ബഹുമാനക്കുറവൊന്നും ഇല്ല അങ്കിളെ. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ ശ്രുതി. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് എന്റെ ക്യാഷ് കൊണ്ടാ. അതില് എന്റെ 3 മക്കൾക്കും തുല്യ അവകാശമുണ്ട്. അല്ലാതെ ഒറ്റയ്ക്ക് ഒരുത്തര് മാത്രം വിഴുങ്ങാനുള്ള ക്യാഷ് അല്ലത്. 3 മക്കളുടെ അവകാശം അത്. അവര് പൈസ വെച്ച് അവരുടെ കുറ്റം പറയാൻ പറ്റുമോ? ഇത് വിട്ടു തരേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അവർക്കുണ്ടോ? അത് പിന്നെ എനിക്ക് മനസ്സിലാവും അങ്കിൾ ഞാൻ പറയുന്നത്. വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട, ന്യായങ്ങളൊന്നും നിരത്തവും വേണ്ട. ദേ, നിങ്ങൾ ചെയ്തു ഒന്നും ശരിയല്ലേ, എല്ലാം തെറ്റ് തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ ശ്രുതി ആണെങ്കിലുണ്ടല്ലോ, പതുക്കെ പതുക്കെ ഒന്ന് രവീന്ദ്രൻ ഒന്ന് സോപ്പിടാന്ന് ഓർത്ത് വന്നായിരുന്നു കേട്ടോ. കാരണം രവീന്ദ്രനാണ് ഇച്ചിരി സോഫ്റ്റ് കോർണർ ഉള്ളത്. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മുടെ ശ്രുതിനെ മലത്തി കിടത്തി വെട്ടിക്കിടി ഓപ്പറേഷൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മുടെ രവീന്ദ്രൻ ശ്രുതിയോട് നല്ലത് പറഞ്ഞു. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, നീ വീട്ടിലെ മൂത്ത പരിമോളല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ശരിയാണോ? മാത്രമല്ല ചന്ദ്രയോട് വരെ നീ മറച്ചു വെച്ചില്ലേ ക്യാഷ് കിട്ട കാര്യം. അവക്ക് നിന്നെ എന്ത് ഇഷ്ടമാ. അവളെ നീ ദ്രോഹിച്ചതാണോ അതോ ഇനിയിപ്പം അറിഞ്ഞുകൊണ്ടാണോ എല്ലാം? അവക്ക് എത്രമാത്രം വിഷമം ഉണ്ടെന്ന് അറിയാമോ? നിന്നെ അവൾ എത്രമാത്രം സ്നേഹിച്ചു. അത് പിന്നെ ക്ഷമിക്കുക അങ്കിള്, എന്നോട് ക്ഷമിക്ക്. അങ്കിള് ആന്റിയോട് ഒന്ന് പറഞ്ഞ് എല്ലാം ഒന്ന് ശരിയാക്കണം. ഞാന് അവളോട് പറഞ്ഞ് എല്ലാം ശരിയാക്കാന്. ഇപ്പൊ ശരിയാകും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര വന്നിട്ട് നീ എന്താണ് ഇവിടെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓ, നീ എന്റെ കെട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാനേ നിനക്ക് വേറെ പണിയില്ലേ? പോടി ഇവിടുന്ന് മാറി. ഓഹോ, ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാനാണോ നീ കരുതിയത് അഭിനയം കാഴ്ചവെച്ച്? നിന്റെ ഒരു നമ്പർ ഇവിടെ നടക്കത്തില്ലടി. ഇറങ്ങി പോടി, മുറിയുന്ന മര്യാദയ്ക്ക് ഇറങ്ങി പോടി. അത് പിന്നെ അല്ല ആന്റി, ഇറങ്ങി പോകാനാ പറഞ്ഞ, നീ ഒന്നും പറയണ്ട, ഇവിടെ നിന്ന് പോകരുത് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അടിച്ചോടിച്ച് വിടുവാണ് കേട്ടോ റൂമിനകത്ത് നമ്മുടെ ചന്ദ്ര. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനോട് ചന്ദ്ര പറഞ്ഞു, ഓ, അലുവ പോലത്തെ മനസ്സല്ലേ നിങ്ങളുടേത്. അത് അലിന്ന് നന്നായിട്ട് അവക്ക് അറിയാം. അതുകൊണ്ടാ അവളോട് മിണ്ടിപ്പോകരുത്, കണ്ട ഭാവം പോലും നടിക്കരുത്. അവളെ വൃത്തികെട്ടവളാ, നോണച്ചി പണ്ടാരം. അവളോട് സംസാരിക്കാൻ പോയേക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു ചന്ദ്രൻ നിന്ന് അങ്ങോട്ട് പെരുകാണ് കേട്ടോ ദേഷ്യം വന്നിട്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ഫാൻ എന്തോ ഇങ്ങനെ സ്ക്രൂ ഒക്കെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, സ്റ്റൂളൊക്കെ ഇട്ട് ഫാൻ ശരിയായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് അത് പിന്നെ അമ്മയെ ശ്രുതിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അവർക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല സച്ചേട്ടാ. എന്താ പറ്റിയത് ഇപ്പൊ നിനക്ക്? സഹതാപം തോന്നുന്നുണ്ടോ? സഹതാപം തോന്നുന്നൊന്നുമില്ല. അല്ല, ഈ ആന്റണി ആയിട്ട് ഇവക്ക് പണമുള്ള ഇടപാട് അത് നമുക്ക് അച്ഛനും അമ്മയോടും പറഞ്ഞാലോ? പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ലായിരിക്കും, നല്ല അവസരമല്ലേ? ഇപ്പൊ വേണ്ട, അത് ശരിയാവില്ല. വേറൊരു അവസരം വരും, അപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ പറഞ്ഞാലേ ശരിയാവില്ല രേവതി. എന്നാ വേണ്ട, പറയണ്ട എന്നിങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ശ്രീകാന്തും സച്ചിയും നമ്മുടെ വർഷയും. അപ്പം രേവതി ആണെങ്കിൽ ഇങ്ങനെ ഇവർക്ക് വിളമ്പി കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതി അമ്മേ ബാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓഹോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര വരുന്നത്. അപ്പോഴത്തേക്കും അത് പിന്നെ അമ്മേ, ഞാൻ അമ്മേനെ വിളിക്കാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ. അതെ, എളുപ്പം എടുത്തിട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചന്ദ്ര അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് അല്ല രവിയേട്ടൻ കഴിച്ചില്ലേ എന്നിങ്ങനെ ചോദിച്ചതും. അപ്പൊ രേവതി പറഞ്ഞു, കഴിച്ചു, അച്ഛനെ അച്ഛവരങ്ങളെ കാണാൻ വേണ്ടി പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അടിമുടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഇവര് രണ്ടുപേരും ഒരുമിച്ച് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു. ശ്രുതിയാണെങ്കിൽ അവിടെ മാറി നിൽക്കുക, ശ്രുതിയോട് കഴിക്കാനൊന്നും പറയുന്നില്ല കേട്ടോ. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ വെട്ടി വിഴുങ്ങാണ്. നമ്മുടെ ശ്രുതി ആണെങ്കിലോ കഴിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, ശ്രുതി ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നാ അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ തുടങ്ങിയതും ചന്ദ്ര പറഞ്ഞു, നീ അങ്ങോട്ട് പോവാ, നിന്നോട് ആരാ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ ഇരിക്കാന്? അപ്പം ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതിയും കൂടി നമ്മുടെ ഒപ്പം ഇരുന്ന് കഴിക്കട്ടെ, നീ നിന്റെ കാര്യം നോക്ക്, നിനക്ക് വേണമെങ്കിൽ നീ കഴിക്ക്. അവൻ കഴിപ്പിക്കാനിരിക്കുന്നു ഭാര്യനെ. മര്യാദയ്ക്ക് അവിടെ എങ്ങാനും പോയിരുന്ന് കഴിച്ചോണം, ഇവിടെ ഇരുന്ന് കഴിക്കണ്ട എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രയും പറഞ്ഞു കേട്ടോ. ഏതായാലും വേറെ ആരും ഒന്നും മിണ്ടിയില്ല. ശ്രുതി അവിടെ ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്.
ചെറിയൊരു സഹതാപം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ രേവതിക്ക്. എന്നാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, കുട്ടികൾക്ക് ബൊമ്മ മേടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതും കൊണ്ട് കളിക്കും, മറ്റാർക്കും കൊടുക്കത്തില്ല. പിന്നെ ഈ ബാറ്ററി ഉള്ള ബൊമ്മയാണെങ്കിൽ പറയേ വേണ്ട, അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞൊരു ദൂരെ എറിഞ്ഞ് കളയും, ചിലപ്പോൾ ചവിട്ടി ഉടയ്ക്കും. അതുപോലെയാ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പം ആകെപ്പാടെ മൊത്തം നമ്മുടെ ചന്ദ്രക്കിട്ടും അതുപോലെ തന്നെ ശ്രുതിക്കിട്ടും വെച്ചതാട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓ ഇൻഡയറക്റ്റ് ആയിട്ടിട്ട് എന്നെ കൊള്ളിച്ചതാണല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല സച്ചിട്ടൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ, ഞങ്ങൾക്ക് കാര്യവും മനസ്സിലായി എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു സമയത്ത് വേറൊന്നും അല്ല പറയുന്നത് നമ്മുടെ സച്ചി പറയുന്നത് ചന്ദ്രനെ കുറിച്ചും അല്ല. കാരണം ശ്രുതിനെ അത്രയ്ക്ക് കാര്യമായിട്ട് കൊണ്ട് നടന്നാണ്. എന്നിട്ട് ലാസ്റ്റ് എന്താ പറയാ, ശ്രുതിയുടെ ചാർജ് ഇറങ്ങി പോയപ്പോഴത്തേക്കും ശ്രുതിക്ക് ഇപ്പം ശ്രുതിനെ വേണ്ട എന്നുള്ള രീതിയാണല്ലോ. അപ്പൊ അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സച്ചു ഉദ്ദേശിച്ചത്. അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വർഷ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ നടന്നല്ലോ, നിങ്ങളൊക്കെ ഇതല്ലായിരുന്നു ഇഷ്ടം. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഓഹോ അത് കൊള്ളാം, ഇപ്പൊ ഞങ്ങൾക്കായ കുറ്റം, നിങ്ങളെല്ലാം ഇഷ്ടമുള്ളതുപോലെ ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങളെയാണോ പറയുന്നത്? അപ്പൊ വർഷം പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുന്നത്, ഈ വീട്ടിൽ സമാധാനം കളഞ്ഞത് ഞങ്ങളൊന്നുമല്ല, നിങ്ങൾ തന്നെയാ, നിങ്ങളല്ലേ കള്ളമൊക്കെ പറഞ്ഞത്, ഞങ്ങളാണോ കള്ളം പറഞ്ഞത്? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ശരിയാ, രേവതിയും വർഷയും പറഞ്ഞതാ ശരിയാ, ഈ വീട്ടിലെ സമാധാനം കളഞ്ഞത് നിങ്ങൾ രണ്ടുപേരും തന്നെയാ, ശ്രുതിയും സുതിയും. അതിൽ കൂടുതൽ പങ്ക് ശ്രുതിക്ക. എടി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ കഴിക്കുന്നത് നോക്കി നിന്ന് വെള്ളം ഇറക്കാതെ അപ്പുറത്തങ്ങനെ പോയിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അമ്മ ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ, ഇതിൽ കൂടുതൽ കൊടുക്കാനിരിക്കുന്നേ ഉള്ളൂ, നീ മിണ്ടാതിരുന്ന് കഴിക്കടാ, എന്തിനാ നീ ഇപ്പം അഭിപ്രായം പറയാൻ കയറുന്നത്? അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, അല്ലെ ഈ സ്കൂളിൽ പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്താലേ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൂലേ പിള്ളേരെ, അതുപോലെ ആന്റി ഇപ്പൊ പെരുമാറുന്നത്. അങ്ങനെ തന്നെയാന്ന് കരുതിക്കോ, ചുമ്മാതെ ആരെയും പുറത്ത് നിർത്തില്ലല്ലോ, തെറ്റ് ചെയ്തോണ്ടല്ലേ. ആരെ എവിടെ നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വെളിയിൽ നിർത്തുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയല്ല ശ്രുതി പറഞ്ഞു, ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കില്ല, തെറ്റ് ചെയ്തവളല്ലേ ഞാൻ. അപ്പോഴത്തേക്കും സച്ചി, ഓഹോ അപ്പോഴത്തേക്കും എന്റെ പാർലറടുത്ത് ഈ പട്ടിണി കിടക്കുവോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, പട്ടിണി ഒന്നും കിടക്കത്തില്ല, ഇവിടുന്ന് കഴിക്കത്തില്ല, എനിക്ക് ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് വെട്ടി ഒരുങ്ങില്ലേ പാർലറടുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്റെ അച്ഛൻ ചെയ്യില്ല, എന്റെ അമ്മയാണെങ്കിൽ നേരത്തെ പോകുകയും ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആരുമില്ല, നിങ്ങളൊക്കെ ആയിരുന്നു എനിക്കെല്ലാം. പക്ഷെ ഇപ്പം എല്ലാവരും കൂടി ചേർന്ന് എന്നിട്ട് കുത്തുമല്ലേ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായില്ലേ, ഇപ്പൊ തന്നെയായില്ലേ, ആന്റിയിൽ നിന്നും സുധിയിൽ നിന്നും ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തേക്കും ചന്ദ്രൻ ഇരുന്ന് തലകുലുക്കുവാണ് കേട്ടോ. സിമ്പതി ഒന്നും വേണ്ടടി എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മുടെ ശ്രീകാന്തിന് ചെറിയൊരു സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല, ഞാനിനി നിങ്ങളുടെ ആരുടെ മുന്നിലേക്ക് വരുന്നുമില്ല, ഞാന് എന്തേലും ചെയ്തോളാം, നിങ്ങൾക്കൊക്കെ സമാധാനം ആവൂല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രുതി പുറകെ പോവാണേ. അപ്പോഴത്തേക്ക് ചന്ദ്ര എടാ നീ എവിടെ പോവാടാ? അത് പിന്നെ ശ്രുതി പോയി, പാവം അല്ലേ അമ്മേ, അവള് കഴിക്കാതെ പോയിരിക്കാനാ പറഞ്ഞത്. അയ്യേ, ഭാര്യയുടെ പുറകെ ഓടാ, നിനക്ക് നാണമില്ലേ, ചെന്നിരുന്ന് കഴിക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പേടിച്ചു പോയി. ഇതുപോലെ ഒരു വേടിത്തൂറൻ. ഏതായാലും ശ്രുതിനെ പിന്നെ കാണിക്കുന്നത്, ശ്രുതിയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് നേരെ നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഏതായാലും ഭാമയോട് ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക, സങ്കടത്തോടു കൂടി കാറി വിളിച്ച് നിലവിളിച്ച്, എനിക്ക് അവര് മാത്രമേ ഉള്ളൂ, അവരിപ്പോ എന്നെ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു, ഞാൻ ശ്രുതിക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്തത് എന്ന്. ചന്ദ്രനെ വിളിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാമ പറയണം, ശ്രുതിയോട് കൂട്ടുകൂടാനും ശ്രുതി ചെയ്തത് നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞൊന്ന് ധരിപ്പിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഭാമയുടെ അടുത്ത് ചെന്നത്. ഭാമയ്ക്കല്ലേ ചന്ദ്രനെ ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഭാമയ്ക്കാണെങ്കിൽ ഇത് സഹിക്കുന്നില്ല കേട്ടോ. ഭാമയ്ക്കാണെങ്കിൽ നീ എന്റെ മോളെ പോലെയല്ലേ, നീ കരയുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു സോഫ്റ്റ് കോർണർ തോന്നുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയോടെ. അപ്പൊ ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷം ആയിട്ട്. എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചോണേ. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഹൈപ്പും ലൈക്കും ഒക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായി ഞാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആഴ്ചയിലാണ് ആ ഒരു സമ്മാനം കൊടുക്കുന്നത്. ആഴ്ചയിൽ നമ്മൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. കമന്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആഴ്ചയിൽ ഒരാൾക്കായിരിക്കും കേട്ടോ സമ്മാനം. അപ്പൊ മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ള് കാണാനായിട്ടും ശ്രമിക്കണം. ഫുള്ള് കാണുന്നവർക്ക് നമുക്ക് ഇപ്പം ഫുള്ള് കാണുന്നവരുടെ ലിസ്റ്റ്, എത്ര വാച്ച് അവർ ആയി എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഫുള്ള് കാണുന്നവർക്കായിരിക്കും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക കേട്ടോ. നമ്മൾ ഫുള്ള് കാണുകയും വേണം, ഹൈപ്പും ചെയ്യണം, ലൈക്കും ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യണേ. അപ്പൊ താല്പര്യമുള്ളവർ മാത്രം, ആരെയും നിർബന്ധിക്കുന്നില്ല, നമ്മുടെ വീഡിയോ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ചെയ്താൽ മതി. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.